ഹലോ ഗൈസ്, എല്ലാവർക്കും ഹൈറ്റ ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് റെഡ് ഫോർട്ടാണ് വന്നിരിക്കുന്നത്. റെഡ് ഫോർട്ട് നിങ്ങൾക്കറിയാം, ഷാജഹാൻ പണി ഏൽപ്പിച്ച ഒരു കെട്ടിടം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു കോട്ട. അപ്പം നേരത്തെ അവർ താമസിച്ചുകൊണ്ടിരുന്ന ആഗ്ര ഫോർട്ടിൽ നിന്ന് അവരുടെ തലസ്ഥാനം ഓൾഡ് ഡൽഹിയിലേക്ക് ആക്കാൻ വേണ്ടി ഡൽഹിയിൽ പണി ഏൽപ്പിച്ച ഒരു കോട്ടയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ റെഡ് ഫോർട്ടിൻ്റെ കുറച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന പോലെ പറയുന്നുണ്ട്. മാക്സിമം ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഇന്ന് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമ്മളത് ഇവിടെ നിന്നാണ് കേട്ടോ എൻട്രി ടിക്കറ്റ് എടുക്കുന്നത്. 35 രൂപയാണ് വരുന്നത് എൻട്രി ടിക്കറ്റ്. നമുക്ക് ഇവിടെ നിന്ന് ഓൺലൈൻ സ്കാൻ ചെയ്ത് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് വരുന്നത് ഈ ഗേറ്റിന് ചുറ്റുമായിട്ട് ഇതുപോലെ കിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ട് ഇതിന് മൊത്തം വെള്ളം നിറച്ചിട്ടൊക്കെ വരുന്നത്. ഇങ്ങോട്ട് കയറാനുള്ള സുരക്ഷയ്ക്ക് വേണ്ടി അതിനകത്ത് മൊത്തം മുതലകളായിരുന്നെന്ന് പറയുന്നത് പണ്ട് കാലത്ത്. ഇപ്പം വെള്ളമൊന്നുമില്ല, ജസ്റ്റ് കാട് പിടിച്ച് കിടക്കുക. നമുക്കിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ചുറ്റിനും നമുക്ക് നടന്ന് കാണാം കേട്ടോ. ഇതാണ് ചുറ്റും നടന്ന് കാണാനുള്ള വഴിയെ. ഇതാണ് ചുറ്റുമുള്ള കിടങ്ങുകൾ. ഇതാണ് നമ്മുടെ റെഡ് ഫോർട്ട് കാണുന്നത്. അതെ, നമ്മളിത് ഇങ്ങനെ വന്നപ്പോൾ ഇത് കണ്ടോ, ചെരുപ്പെല്ലാം പൊട്ടി. ഒരാൾ അവിടെ നിന്ന് ചെരുപ്പ് പൊട്ടിക്കുകയാണ്. അപ്പോൾ വരുമ്പം നിലത്ത് നോക്കി നടക്കുക, മാനത്ത് നോക്കി നടന്നാൽ ഇതുപോലെ ഇരിക്കും. ഇത് നമ്മൾ എൻട്രി ഗേറ്റിലോട്ട് പോവുകയാണേ. രേഷ്മയോട് നടന്നു വരുന്നുണ്ട്. നമ്മളിവിടുത്തെ ശ്രീകുട്ടനെ നിന്നുണ്ട് റെഡ് ഫോർട്ട് കാണാൻ വേണ്ടി. ഇതേ രേഷ്മയൊക്കെ നടന്നു വരുന്നുണ്ട്. നമ്മളിത് അകത്തോട്ട് പ്രവേശിക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് കയറുന്ന വശമേ. നമ്മൾ അതുവഴിയാണ് കയറുന്നത്. അതുകൊണ്ട് എത്ര സെക്യൂരിറ്റി ആയിട്ട് ഇവിടെ നിന്ന് ഷാജഹാൻ ഇത് പണിതേക്കെന്ന് നോക്കി. കാരണം അത് ആഗ്രയിൽ നിന്ന് ഇങ്ങോട്ട് അവരുടെ തലസ്ഥാനം ഷിഫ്റ്റ് ചെയ്തപ്പം നല്ല സെക്യൂരിറ്റിയിൽ പണിയണമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വലിയ മതിലുകളും ഇതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ കിടങ്ങുകളും ഒക്കെ വെച്ച് പണിതേക്കുന്നത്. അത്രയും പ്രൊട്ടക്ഷനായിട്ടാണ് ഇത് പണിതേക്കുന്നത്. കാരണം രാജകുടുംബത്തിലുള്ള ആൾക്കാരെല്ലാം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ അതിന് അത്രയും പ്രൊട്ടക്ഷൻ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പണിതേക്കുന്നത് കേട്ടോ. അദ്വൈ നോക്കേണ്ട ജോലി ഇന്ന് ശ്രീകുട്ടന് കിട്ടിയിട്ടുണ്ട്. അദ്വൈ നോക്കുന്ന ശ്രീകുട്ടനാണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ, റെഡ് ഫോർട്ടിൻ്റെ ഫ്രണ്ട് വരുന്നത്. നമുക്ക് കാണാം നാഷണൽ ഫ്ലാഗ് അവിടെ കാണാം. ഇവിടെ നിന്നാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഓഗസ്റ്റ് 15 പതാക ഉയർത്തുന്നത്. നമുക്ക് അതൊക്കെ അകത്ത് കയറി വിശദമായിട്ട് കാണാം. ഇവിടെ നിന്നാണ് മെയിനായിട്ട് എല്ലാവരും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത് കണ്ടോ. ഇവിടെ നമ്മുടെ രേഷ്മയിൽ നിന്ന് പോസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഇത്ര ആൾക്കാർ ഇവിടെ എല്ലാം നിൽക്കും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യും കേട്ടോ. അവിടെ കാണുന്നതാണ് ഗുരുദ്വാര. ഇവിടെ ഇതുപോലെ തന്നെ നമുക്ക് ഫോട്ടോയൊക്കെ സ്റ്റില്ലായിട്ട് അപ്പം തന്നെ എടുത്തിട്ട് അപ്പം തന്നെ ഇവർ ഫോട്ടോ ആക്കി കൊടുക്കും, കഴുകി എല്ലാം സെറ്റാക്കി കൊടുക്കും കേട്ടോ. ഇതൊക്കെ സെപ്പറേറ്റ് റേറ്റാണ് വരുന്നത് കേട്ടോ. ഉണ്ട് ഇപ്പം നമ്മൾ ജസ്റ്റ് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ തിരക്കായി കാണുന്നത് കേട്ടോ ഇന്ന്. കാരണം സൺഡേ കഴിഞ്ഞ് മൺഡേ ഇവിടെ അവധിയായിരുന്നേ. അപ്പം ഇന്ന് നമ്മൾ ട്യൂസ്ഡേ വന്നേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം തിരക്ക് കൂടുതലാണ്. മൺഡേ ഇവിടെ അവധിയാണ് റെഡ് ഫോർട്ടിൽ. ഇതുവഴി നമ്മൾ കയറുന്ന കേട്ടോ. ഇതാണ് ലഹോറി ഗേറ്റ്. ഇതുവഴിയാണ് നമുക്ക് എൻട്രൻസ് ഉള്ളത് കണ്ടോ. നമുക്ക് നേരെ എൻട്രൻസിലോട്ട് കിടക്കാം. ഈ കാണുന്ന സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഓൺലൈൻ വഴി ടിക്കറ്റ് എടുത്ത് നമുക്ക് അകത്ത് കയറാം. നമ്മൾ സെക്യൂരിറ്റി ചെക്ക് ചെയ്തിട്ട് അകത്തോട്ട് കയറുന്നത്. ബാഗെല്ലാം സെക്യൂരിറ്റി ചെക്ക് ചെയ്യുവേ. ഇതാണ് നമ്മൾ എൻട്രി ഗേറ്റ്, മെയിൻ എൻട്രി ഗേറ്റ്. ഈ എൻട്രി ഗേറ്റിൻ്റെ പേര് ലഹോറി ഗേറ്റ് എന്നാണ്. ഇതിൻ്റെ റെഡ് ഫോർട്ടിൻ്റെ ഡിസൈനറാണ് ഉസ്താദ് അഹമ്മദ് ലഹോറി തന്നെയാണ് നമ്മുടെ താജ്മഹലൊക്കെ ഡിസൈൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഗേറ്റിന് അന്നിട്ടേക്കുന്ന പേരാണ് ലഹോറി ഗേറ്റ്. നമ്മൾ ഈ സാധാരണപ്പെട്ട ആൾക്കാരൊക്കെ കയറുന്നത് നമ്മൾ ലഹോറി ഗേറ്റ് വഴിയാണ്. പിന്നെ VIP-കളും പ്രസിഡൻറ്റും അങ്ങനെ ആൾക്കാർ പ്രൈം മിനിസ്റ്ററൊക്കെ വരുമ്പോൾ അവർ ഇന്ത്യ ഗേറ്റ് വഴിയാണ്, ഡൽഹി ഗേറ്റ് വഴിയാണ് കയറുന്നത്. ഡൽഹി ഗേറ്റ് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഇതാണ് ലാഹോറി ഗേറ്റിൻ്റെ അവിടെ നിന്ന് പ്രധാന വ്യൂവേ. ഇതാണ് ലഹോറി ഗേറ്റ്. ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മളെ കിടങ്ങ് കാണാം. കിടങ്ങിൻ്റെ അവിടെ ഇതുപോലെ ഒരു പാലമുണ്ട്. പണ്ട് കാലത്ത് ഇത് പാലം ഇങ്ങനെ അല്ലായിരുന്നു, ഒരു തടിയുടെ പാലമായിരുന്നു. ഇതിങ്ങനെ മേളിലോട്ട് പൊക്കി വെച്ചിട്ട് രാത്രി കാലങ്ങളിൽ പൊക്കി വെക്കും, പിന്നെ പകൽ താക്കുന്ന അങ്ങനെ ഒരു സംഭവമായിരുന്നു ഇവിടെ. രണ്ട് സൈഡിലായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു പീരങ്കിയുടെ മോഡലൊക്കെ കാണാമേ. നമ്മൾ നേരെ അകത്തോട്ട് കയറുക. ഇതാണ് അകത്തോട്ട് കിടക്കാനുള്ള മെയിൻ ഗേറ്റ്. 1648 ഇത് പണി തീർത്തത്. ഏകദേശം 10 വർഷം എടുത്തു ഇവിടെ പണി തീർക്കാൻ വേണ്ടി. 10 വർഷം കുറേ ആൾക്കാർ നിന്ന് പണിതിട്ടാണ് ഇത് തീർന്നത്. ഇതിൻ്റെ നമുക്കൊരു AI വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറ്റുവാണെങ്കിൽ കോപ്പിറൈറ്റ് ഇല്ലെങ്കിൽ ഞാൻ സൈഡിൽ എന്തായാലും കൊടുക്കുക കേട്ടോ. അതുപോലെ നിന്നാണ് ഇവിടെ 10 വർഷം കൊണ്ട് ഈ റെഡ് ഫോർട്ടിൻ്റെ പണി തീർത്തേക്കുന്നത്. ഇതുണ്ട്, ഇവിടെയാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഓഗസ്റ്റ് 15 പതാക ഉയർത്തുന്ന സ്ഥലം. അവിടെയാണ് പതാക ഉയർത്തുന്നത്. ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം ഉണ്ടോ. അവിടെ നമ്മൾ VIP ആൾക്കാരുള്ള മാത്രമേ നമുക്ക് പ്രവേശനം വരത്തുള്ളൂ. നമുക്ക് അവിടെ ഒരു പ്രവേശനമില്ല. ഈ സ്റ്റെപ്പ് വഴി കയറിയാണ് അവിടെ നിന്ന് പ്രൈം മിനിസ്റ്റർ പതാക ഉയർത്തുന്നത്. ഇത് നമുക്ക് ഇവിടെ അകത്ത് തന്നെ ഒരു മാർക്കറ്റുണ്ട്. ചത്ത മാർക്കറ്റാണ്, ചത്ത ചൗക്ക് എന്നാണ് പറയുന്നത്. നമുക്ക് നേരെ മാർക്കറ്റിനകത്തോട്ട് കിടക്കാം. അതായത് ഷാജഹാൻ ശരിക്കും പറഞ്ഞാൽ അവരുടെ
പെണ്ണുങ്ങൾ വെളിയിൽ പോയി ഒരു സാധനം മേടിക്കരുത്, അവർക്ക് അകത്ത് തന്നെ ഒരു ഷോപ്പിംഗ് മാൾ വേണം. അതിനുവേണ്ടി പണിതേക്കുന്നതാണ് ഇതെല്ലാം. ഇവിടെ നമുക്ക് രത്നങ്ങളും വൈരങ്ങളും അങ്ങനെ എന്താ പറയുക സ്വർണ്ണങ്ങളുണ്ട്, പാത്രങ്ങൾ, വസ്ത്രങ്ങൾ, അങ്ങനെ എല്ലാം കിട്ടുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മേളിൽ നമ്മൾ കാണുന്നില്ലേ, ഈ മേളിലും എല്ലാം മാർക്കറ്റായിരുന്നു. അതായത് രത്നങ്ങളും വൈരങ്ങളൊക്കെ ഓൾമോസ്റ്റ് മേളിലായിരുന്നു എല്ലാം വെച്ചുകൊണ്ടിരുന്നത് ഷാജഹാൻ്റെ കാലത്തിൽ. താഴെയൊക്കെ നമ്മുടെ ഡ്രസ്സുകളും മാറ്റുകൾ, അങ്ങനെ കരകൗശല വസ്തുക്കൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇവരുടെ പെണ്ണുങ്ങൾ വെളിയിൽ പോയി മാർക്കറ്റിൽ പോയി സാധനങ്ങൾ മേടിക്കാൻ ഇടവരില്ല. അതുകൊണ്ടാണ് ഇവരുടെ കോട്ടയ്ക്ക് തന്നെ അകത്ത് തന്നെ ഇവരിങ്ങനെ ഒരു ഷോപ്പിംഗ് മാൾ പണിതത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഷോപ്പിംഗ് മാളെന്ന് തന്നെ പറയാം. രേഷ്മയൊക്കെ ചെത്ത ബസാറിനകത്തോണ്ട്, ചെത്ത മാർക്കറ്റിനകത്തോടെ നടന്നു വരും കേട്ടോ. ഇപ്പോഴും നമുക്കിവിടെ വളകളും മാലകളും അങ്ങനെയൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഇതെല്ലാം കോപ്പിയാണ്. അന്നത്തെ സമയത്ത് രത്നങ്ങൾ വരിച്ച വളകളും മാലകളും ഇതൊക്കെ ഒറിജിനലായിട്ട് ഇവിടെ വിൽക്കുന്ന ഒരു മാർക്കറ്റായിരുന്നു ഇത്. ഇന്നും ഇതിവിടെ ആക്റ്റീവായിട്ട് തുടരുന്നു. പക്ഷേ വജ്രങ്ങളും മാലകളും ഒന്നും ഒറിജിനൽ അല്ലെന്നേ ഉള്ളൂ, അതിൻ്റെയൊക്കെ തന്നെ കോപ്പികൾ ഉണ്ട്. ഇവിടെ നമുക്ക് കുറേ ഇങ്ങനെ കരകൗശല വസ്തുക്കളും കാര്യങ്ങളൊക്കെ കാണാം. ഇത് പുരാതനമായിട്ടുള്ള സാധനമൊന്നുമല്ല, ഇത് ജസ്റ്റ് ഉണ്ടാക്കിയേക്കുന്നതാണ്, പഴക്കമൊന്നുമില്ല. പക്ഷേ ആ ഒരു മോഡൽ ഉണ്ടാക്കിയേക്കുന്ന സാധനങ്ങളാട്ടോ. മെയിനായിട്ട് ഇവിടെ ഭയങ്കര വെന്റിലേഷൻ ഭയങ്കര പ്രധാനപ്പെട്ട ഇത് കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും നമുക്ക് പ്രോപ്പറായിട്ടുള്ള വെന്റിലേഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്കൊരു വലിയ വാലുണ്ട്. ഇത് നമ്മൾ ചെത്ത ബസാറിന്, ചെത്ത മാർക്കറ്റിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. അവിടെയും മാർക്കറ്റാണ് വരുന്നത്, ജസ്റ്റ് ഇവിടെ മാർക്കറ്റ് വരുന്നത്. അതിൻ്റെ നടുക്ക് എല്ലായിടത്തും നമ്മൾ വെന്റിലേഷൻ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ട് അതിൻ്റെ എടുത്താലും ഫിക്സ്ഡ് പ്രൈസ് 100 രൂപയുടെ കേട്ടോ. എല്ലാം എടുത്താലും 100 രൂപയാണ് വരുന്നത്. രേഷ്മ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങൾ, എല്ലാം 100 രൂപ വരുന്നുണ്ട്, റേറ്റ് വരുന്നുള്ളത്. പിന്നെ ചെറിയ വളയ്ക്കൊക്കെ ആണെങ്കിൽ 50 രൂപ. അതുപോലെ സ്പടിക പാത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഇതാട്ടോ വരുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒറിജിനൽ കല്ലിന് വജ്രങ്ങളിൽ ഉണ്ടാക്കിയേക്കുന്ന സാധനങ്ങളായിരുന്നു കേട്ടോ. രേഷ്മയുടെ മെയിനായിട്ട് റെഡ് ഫോർട്ട് കാണാനൊന്നുമല്ല വന്നേക്കുന്നത്, ഇവിടെ നിന്ന് ഷോപ്പ് ചെയ്യാൻ വന്നേക്കുന്നത് കേട്ടോ. ഇവിടെ നേരെ എടുത്താൽ 100 രൂപ കേട്ടോ. അങ്ങോട്ടുള്ള മാർക്കറ്റിൽ നേരെ എടുത്താൽ 100 രൂപ. രേഷ്മയുടെ ഇവിടുന്ന് ഒരു വളയൊക്കെ മേടിച്ചിട്ടുണ്ട്. 2 കൈ കാണിക്കരി കണ്ടോ. നമ്മൾ കണ്ട ചെത്താ ചോക്കിൻ്റെ കാര്യങ്ങൾ മൊത്തം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഡീറ്റെയിൽസ് ഫുള്ള് ഇതായിരുന്നു നമ്മൾ കണ്ട ചെത്താ ചോക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ മ്യൂസിയം. ഇത് ഇവിടുത്തെ മ്യൂസിയമാണ്. ഇതൊക്കെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ കേട്ടോ. ഇതൊക്കെ ഷാജഹാനോടൊപ്പം പണിതല്ല, ഇതൊക്കെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയാണ്. ഇതാണ് നോബത്ത് ഖാന എന്ന് വെച്ചാൽ ഈ മുഗൾ ചക്രവർത്തിമാരൊക്കെ വരുമ്പം ചെണ്ടയെ കുട്ടി എല്ലാവരും അറിയിക്കത്തില്ലേ. അതായത് നമ്മളിപ്പം ഡോർബെൽ വെച്ചേക്കുന്ന പോലെ തന്നെ ഇവിടെ ഇങ്ങനൊരു സംഭവം വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് എല്ലാവരെയും കൊട്ടി അറിയിക്കുന്നത്, രാജാക്കന്മാരോ ചക്രവർത്തികളൊക്കെ വരുമ്പം. ഇതിൽ നിന്ന് കടന്നാണ് മെയിനായിട്ട് അകത്തോട്ട് ഫോർട്ടിലോട്ട് പോകേണ്ടത്. ഇപ്പം നമ്മൾ വന്നേക്കുന്ന ഇതാണ് ചെത്താ ചൗക്കിൻ്റെ ഫ്രണ്ട് ഗേറ്റ്. ഇത് കഴിഞ്ഞാണ് നമ്മൾ അകത്തോട്ട് പോകേണ്ടത്, ഫോർട്ടിനകത്തോട്ട്. ഇതാണ് നോബത്ത് ഖാനയുടെ അകത്തുള്ളത്. മൊത്തം കൊത്തുപണികളും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതുണ്ടോ ഫുള്ള് ഇങ്ങനെ എന്താ പറയുക ഡിസൈൻ, അതായത് മുഗൾ പേർഷ്യൻ രീതിയിലുള്ള ഡിസൈനുകളാണ് ഫുള്ള് കാണുന്നത് കേട്ടോ. നമുക്ക് മെയിൻ അകത്തോട്ട് കിടക്കാം. ഇതാണ് ആ ഗേറ്റ് കടന്ന് വന്നപ്പോൾ. ഇത് മൊത്തം നമുക്ക് കൊത്തുപണികൾ കാണുന്നത് കേട്ടോ, ഇഷ്ടം പോലെ. ഇതിൽ ചെങ്കല്ലിലുണ്ടാക്കിയ കൊത്തുപണികളാണ്. അതുകൊണ്ടാണ് നമുക്ക് റെഡ് ഫോർട്ട് എന്ന് പേര് വന്നത്. മൊത്തം റെഡ് കളറിലെ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു എന്താ പറയുക ബിൽഡിംഗ് ആണ്. അതിനകത്ത് കൊത്തുപണികൾ കണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ചൂടത്ത് വെയിലില്ലെന്നേ ഉള്ളൂ, നല്ല ചൂടുണ്ട്. അതിലൊക്കെ എന്താ വെള്ളമൊക്കെ കുടിച്ചും ക്ഷീണിച്ചു. ഇത് ഈ കാണുന്നതാണ് ബ്രിട്ടീഷിൻ്റെ ആസ്ഥാനം. അതായത് ബ്രിട്ടീഷുകാർ വന്ന് പണിത് അവരുടെ ആധിപത്യം ഉറപ്പിച്ച സ്ഥലം. അവരിവിടെയായിരുന്നു അവരുടെ ക്വാർട്ടേഴ്സും കാര്യങ്ങളെല്ലാം. ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ബ്രിട്ടീഷുകാരുടെ ഹെഡ് ഓഫീസ് എന്ന് തന്നെ പറയാം. അതാണ് ഈ കാണുന്നത്. നമ്മളീ കാണുന്നതാണ് ദിവാനാം. ഇതുണ്ട്, ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ദിവാനാം. നമുക്ക് നേരെ അകത്തോട്ട് കയറി കാണാവേ. ഇത് ശരിക്കും പറഞ്ഞാൽ ഷാജഹാൻ പ്രജകളുടെ പരാതിയും അവരുടെ കാര്യങ്ങളും കേൾക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥലം. ഇവിടം വരെയാണ് സാധാരണക്കാർ ജനങ്ങളുടെ പ്രവേശനം. അത് കഴിഞ്ഞ് അങ്ങോട്ട് പിന്നെ എന്താ പറയുന്നത്, ആ വെള്ളം തീർത്ത് കാണുന്നുണ്ടോ, അതെല്ലാം പിന്നെ രാജകുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് മാത്രമേ പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് നേരെ അകത്ത് കയറി കാണാം. നമ്മൾ അങ്ങ് കാണുന്നതാണ് നോബത്ത് ഖാന. അത് കഴിഞ്ഞ് നേരെ ഇത് ഈ എൻട്രി നമുക്ക് ഇപ്പോൾ കാണത്തില്ല കേട്ടോ. ഈ എൻട്രി നമുക്കിപ്പോൾ ഇല്ല. അത് കഴിഞ്ഞ് നേരെ വരുന്നത് നമ്മൾ ഈ ദിവാനാമിലാട്ടോ. ഞാൻ വേറെ കാര്യം പറയാം, ഷാജഹാൻ ഇരുന്ന് കേട്ടോണ്ടിരിക്കുന്ന സ്ഥലം കാണിച്ചു തരാവേ. ഇതാണ് എൻട്രി വരുന്നത്. ഈ ഗേറ്റും ഈ ഗോപുരങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാം കറക്റ്റ് സിമെട്രിക്കലായിട്ട് ഇവർ ഉണ്ടാക്കിയേക്കുന്നുണ്ടോ. ഫുള്ള് കറക്റ്റ് സിമെട്രിക്കലായിട്ട്. ഈ ചില്ലുകൂടിനകത്ത് വെച്ചേക്കുന്നതാണ്. പണ്ട് ഷാജഹാൻ ഇവിടെ ഇരുന്നുകൊണ്ടാണ് ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരുന്നത്. ഉണ്ടോ, ഇവിടെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് കാണാം. ഇതുണ്ട്, ഇതിലാണ് ഷാജഹാൻ ഇരുന്ന് പ്രജകളുടെ കാര്യങ്ങളും പ്രജകളുടെ സങ്കടങ്ങളും എല്ലാം കേട്ടുകൊണ്ടിരുന്ന സ്ഥലം. ഇതിൻ്റെ താഴെ കടന്ന് ഈ പീഠത്തിലാണ്. ഇതെല്ലാം മാർബിൾ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇവിടെയാണ് മന്ത്രി ഇരിക്കുന്നത്.
കണ്ടോ, ഇത്രയും കൊത്തുപണികളും കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന്. പക്ഷേ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. എല്ലാം ഗ്ലാസ് ഇട്ട് മറച്ച് ഇവിടെ എല്ലാം എന്താ പറയുക കയറി കെട്ടി നിയന്ത്രിച്ചേക്കും കേട്ടോ. പണ്ടൊക്കെ അനുവദിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ ആൾക്കാർ കയറി ഇറങ്ങി എന്താ പറയുക അത് ഡാമേജ് ആകുന്നതുകൊണ്ടാണ് അങ്ങോട്ടിപ്പോൾ കയറ്റി വിടാത്തത്. കണ്ടോ, മൊത്തം നല്ല വൈറ്റ് മാർബിളിൽ അടിപൊളിയായിട്ട്. ഇതിൻ്റെ അകത്ത് കൊത്തുപണികളെല്ലാം ഉണ്ട്. ഇപ്പോൾ കാണത്തില്ലായിരിക്കും നിങ്ങൾക്ക്. കണ്ടോ, ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കാം കേട്ടോ. ഇത് കല്ലുകളാണ് കേട്ടോ. ഇത് വീണ്ടും വരച്ചേക്കുന്ന കാര്യമൊന്നുമില്ല. കല്ലുകൾ കൊത്തി മാർബിളിനകത്ത് വെച്ച് സെറ്റ് ചെയ്തേക്കുന്ന. കണ്ടോ 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 ഈ കാണുന്ന വൈറ്റും റെഡും ഗ്രീനും അല്ല, ഗ്രീനൊക്കെ മരതകമാണ്. കൊത്തി മാർബിളിനകത്ത് വെച്ച് സെറ്റ് ചെയ്തേക്കുന്നത് ഫുള്ള്. കണ്ടോ, ഇതേ നമ്മളിത് അകത്തോട്ട് കടന്നു. ഇതാണ് രാജകുടുംബത്തിലെ അംഗങ്ങളൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ. ഇതെല്ലാം ഓൾമോസ്റ്റ് എല്ലാം മാർബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ, വൈറ്റ് കളറിൽ കാണുന്ന ഇതെല്ലാം. കണ്ടോ, ഇവിടെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഡൽഹി ഭയങ്കര ചൂടാണ്, പണ്ടും ചൂടായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ എല്ലാ സ്ഥലത്തും വാട്ടർ ഫൗണ്ടെയിൻ നിർമ്മിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പം നിർമ്മിച്ചതല്ല, അന്ന് ഷാജഹാൻ്റെ ടൈമിൽ തന്നെ ഉണ്ടായിരുന്ന വാട്ടർ ഫൗണ്ടെയിൻ ആയിരുന്നു. എല്ലായിടത്തും നീർച്ചാലുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റൂമിൻ്റെ അകത്തൂടിയും വെളിയിലൂടെയും എല്ലാം നീർച്ചാലുകൾ. അത്രയും കാറ്റ് കയറി വരുമ്പോൾ അത്രയും തണുപ്പ് കിട്ടാൻ വേണ്ടിയാണ് അവരങ്ങനെ നിർമ്മിച്ചേക്കുന്നത്. നമുക്കതൊക്കെ കാണാം കേട്ടോ. ഇതാണ് ദിവാനാമിൻ്റെ പുറകുവശം. ഇതാണ് വാട്ടർ ഫൗണ്ടെയിൻ വന്നേക്കുന്നത്. ഈ വാട്ടർ ഫൗണ്ടെയിൻ എല്ലായിടത്തോട്ടും എല്ലാ മുറികളിലോട്ടും എല്ലാം ഇതുപോലത്തെ ചാലുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇവിടുന്ന്. ഇതൊക്കെ ഷാജഹാൻ്റെ ടൈമിലുള്ള കേട്ടോ. ഇവിടുന്ന് നമുക്ക് നേരെ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഇതുവഴി എല്ലാം നീർച്ചാലുകൾ ഒഴുകുന്നായിരുന്നു. പക്ഷേ ഇപ്പം അതൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം വാട്ടർ ഫൗണ്ടെയിൻ ആയിരുന്നു. ഈ കാണുന്നതെല്ലാം. നമുക്ക് നേരെ അകത്തോട്ട് കിടക്കാം. ഇതുണ്ട്, ഇതെല്ലാം മാർബിൾ ഉണ്ടാക്കിയേക്കുന്നതാണ്. പണ്ടത്തെ രാജകുമാരികളൊക്കെ ഇവിടെ വന്നായിരുന്നു ഇരിക്കുന്നത്. കണ്ടോ, അതിൻ്റെ പുറകിൽ നിന്ന് പുറകിൽ കാണുന്നത് അവിടുന്ന് യമുനയാണ് വരുന്നത്. യമുനയിൽ നിന്ന് അതിനകത്തൂടി കാറ്റടിച്ച് വരുമ്പോൾ നല്ല തണുപ്പായിരുന്നു വരുന്നത്. ഇതുണ്ട്, ഇവിടെയും ഒരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്. എല്ലാം മാർബിളിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇതുവഴി എന്താ പറയുന്നത്, വെള്ളം വരുമ്പോൾ അതിൻ്റെ പുറകിൽ കാണുന്ന വിൻഡോയിലൂടെ കാറ്റടിച്ച് വരും. യമുനയിൽ നിന്ന് വരുന്ന കാറ്റടിച്ച് വരുമ്പോൾ നല്ല കുളിരും നല്ല തണുപ്പുമായിരുന്നു ഇതിനകത്ത് മൊത്തം. അതുകൊണ്ട് ഈ കാണുന്ന എല്ലാം മാർബിൾ ഉണ്ടാക്കിയെന്ന് കേട്ടോ. അതുകൊണ്ട് എല്ലാം നല്ല സിമിട്രിക്കലായിട്ടുള്ള ഇതെന്താ പറയുന്നത് വിൻഡോയും ഈ വാതിലും എല്ലാം ഉണ്ടാക്കിയേക്കുന്നത് ഇവിടെ. ഇവിടെ എല്ലാം അണ്ടർഗ്രൗണ്ട് പാസേജൊക്കെ ഉണ്ട് കേട്ടോ. ഇതുകൊണ്ട് അണ്ടർഗ്രൗണ്ട് പാസേജ് എല്ലാം അടച്ചിട്ടേക്കുണ്ട്. പക്ഷേ ഇതുവഴി നമുക്ക് ശരിക്കും നോക്കിയാൽ കാണാൻ പറ്റും. ഇതാണ് മുംതാസ് മഹൽ, ഷാജഹാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയുടെ മഹലാണ് ഈ കാണുന്നത്. അവർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് മുംതാസ് മഹൽ. അതിൻ്റെ ബിൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഉണ്ടോ, ഇതും മാർബിളിലാണ് ഉണ്ടാക്കിയത് കേട്ടോ. വൈറ്റ് മാർബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതായിരുന്നു മുംതാസ് മഹൽ. ഇതിൻ്റെ വെളിയിലാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് പ്രവേശനമില്ലേ, മഹലിൻ്റെ അകത്തോട്ട് നമുക്ക് പ്രവേശനമില്ല. ഇതുണ്ട്, ഇത് ഇപ്പോൾ ഇവിടെയും കാണാം നമുക്ക് ചെറിയ ചെറിയ നീച്ചാലുകളൊക്കെ. ഇവിടെ എല്ലാം വെള്ളം വരുന്നു വെള്ളം. കാരണം നമുക്ക് ഈ ജനൽ വഴിയൊക്കെ യമുനയിൽ നിന്ന് കാറ്റടിക്കുമ്പോൾ നല്ല തണുപ്പ് കിട്ടും. ഇതിവിടെ നമുക്ക് ക്യാൻറ്റീനുണ്ട്. ഇവിടെ വന്ന് നമുക്ക് ചെറിയ ലഘു ഭക്ഷണങ്ങളൊക്കെ കിട്ടും. ഇതുണ്ടോ, ഇവിടെ നമുക്ക് കുറച്ച് ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഇടയ്ക്ക് ആസ്വദിക്കാം. ഇവിടെ എല്ലാം അണ്ടർഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. ഇവിടെ അണ്ടർഗ്രൗണ്ട് ഉണ്ട്. ഇതിനകത്തോട്ട് തന്നെ നമുക്കറിയത്തില്ല. ഇവിടെ എല്ലാം ഇതുപോലെ സിമിട്രിക്കലായിട്ടെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. 3 വാതിൽ ഒരേപോലെ, അതായത് കാറ്റും വെളിച്ചമെല്ലാം അവിടുന്ന് കറക്റ്റ് കടന്നു വരുന്ന പോലെ എല്ലാം ഉണ്ടാക്കിയേക്കുന്നുണ്ടോ. ഇതുണ്ട്, ഇതിൻ്റെ നടുക്കൂടി മറ്റേ വെള്ളം പോലെ നീർച്ചാൽ ഒഴിച്ചിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. മൊത്തം കൊത്തുപണികളോടെ അതൊക്കെ ഈ ബിൽഡിങ്ങൊക്കെ ഫുള്ള് ഉണ്ടാക്കിയേക്കുന്നത്. ഫുള്ള് മാർബിളിൽ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഇതെല്ലാം ഫുള്ള് മാർബിളിൽ ഉണ്ടാക്കിയേക്കുന്നത്. ഇതിൻ്റെ പുറകിൽ ശരിക്കും പറഞ്ഞാൽ യമുന നദിയായിരുന്നു. പക്ഷേ ഈ യമുന നദി വികസനത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് പുറകോട്ട് ഒരു 1.5 കിലോമീറ്ററോളം പുറകോട്ട് പോയിട്ടുണ്ട്. ഇത് യമുനയിലോട്ടുള്ള ഒരു അണ്ടർഗ്രൗണ്ട് പാസേജാണ് കേട്ടോ. കാരണം ഈ ശത്രുക്കളൊക്കെ വരുമ്പം രക്ഷപ്പെടാനും പിന്നെ ഇവിടുന്ന് ആഗ്രയിലേക്ക് പോകാനും വേണ്ടിയുള്ള അണ്ടർഗ്രൗണ്ട് പാസേജ്. ഇവിടെ നേരെ പോകുന്നത് യമുന നദിയിലേക്കാണ്. അവിടുന്ന് പിന്നെ ബോട്ട് പിടിച്ചാണ് ഷാജഹാൻ ആഗ്രയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇത് ഇവിടെ ഇരുന്നാണ് പണ്ട് ഷാജഹാൻ വേറുള്ള ചക്രവർത്തിമാരും രാജാക്കന്മാരൊക്കെ ആയിട്ട് മീറ്റിംഗ് ഒക്കെ നടത്തിയിരുന്ന സ്ഥലങ്ങളെ. ഇതുണ്ടോ, ഇവിടാണ് നമ്മുടെ മയൂർ സിംഹാസനമൊക്കെ ഇരുന്ന ഐറ്റം. ഇവിടെ നിന്നാണ് നമ്മുടെ എന്താ പറയുന്നത് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയത് മയൂർ സിംഹാസനം. and ഇവിടുന്ന് പല കല്ലുകളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇവിടുന്നൊക്കെ പല കല്ലുകളും അടർത്തിയെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വരച്ചേക്കുന്നതല്ല, സ്റ്റോണ്, അതായത് കല്ല് കൊത്തി വെച്ച് മാർബിളിനകത്ത് വെച്ചേക്കുന്നതാണ്. ഇതെല്ലാം കല്ലിൽ കൊത്തിയിട്ട് മാർബിളിനകത്ത് ഫിറ്റ് ചെയ്തേക്കുന്നതാണ്. ഇവിടെ ഇരുന്നാണ് ഷാജഹാൻ വിശിഷ്ട അതിഥികളെയൊക്കെ സ്വീകരിച്ചിരുന്ന സ്ഥലങ്ങൾ ഉണ്ടോ. അവിടെയാണ് മയൂര സിംഹാസനം ഇരുന്നത്. കോഹിനൂർ രത്നം ഭരിച്ച മയൂര സിംഹാസനം ഇരുന്ന സ്ഥലമാണത്. നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇതെല്ലാം കല്ലുകൾ വെട്ടിയിട്ട് മാർബിളിനകത്ത് ചെയ്തേക്കുന്ന.
കണ്ടോ ഇതിൻ്റെ നടുക്കൂടിയും വെള്ളം ഒഴുകാനുള്ള ചാലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം സിമെട്രിക്കലായിട്ട് വെള്ളം ഒഴുകാനുള്ള ചാലുകൾ കണ്ടോ. പുറകിൽ നിന്ന് യമുനയുടെ കാറ്റടിക്കുന്നു. അവിടെ ഇരുന്ന് ഷാജഹാൻ എല്ലാവരുമായിട്ട് സമ്മേളനം നടത്തുന്നു. നടുക്കൂടി നീർച്ചാൽ ഒഴുകുന്നു. അതിൽ നിന്നുള്ള തണുപ്പാണ് ഇവിടെ നാച്ചുറലായിട്ടുള്ള AC ആയിട്ട് കാണുന്നത്. കണ്ടോ ഇത് ഹമാം എന്നാണ് പറയുന്നത്. ഇതാണ് മുകളുടെ ഫേവറേറ്റ് റിസോർട്ടായിട്ട് കാണുന്ന ഇതാണ്. ഇവിടെ നമുക്ക് കാണാം ഒരു മസ്ജിദ്, മോദി മസ്ജിദ് എന്നാണ് പറയുന്നത്. ഇതുണ്ടോ, ഇവിടെ ഇതുപോലെ കുറേ സംഭവങ്ങൾ കാണാം കേട്ടോ. ഇവിടെ ഓരോ സ്ഥലത്ത് വിശ്രമ സ്ഥലങ്ങളൊക്കെയാണ്. ഇവിടെയും കാണാൻ കല്ലുകൾ ഉണ്ടാക്കി വയ്ക്കുന്നത്. മൊത്തം മാർബിൾ കേട്ടോ. ഫുള്ള് ഈ തൂണൊക്കെ ഫുള്ള് മാർബിളാണ്. പിന്നെ ഇവിടെയും കാണാം നമുക്കിത് ഇതുണ്ടോ, നീർച്ചാൽ ഒഴുകേണ്ട സ്ഥലം കണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ വരണ്ടേ കണ്ടോ, അങ്ങ് വരെ അങ്ങോട്ട് കാണാം ഫുള്ള്. എല്ലാം ഇവിടെ മെയിനായിട്ടെല്ലാം ഇത്രയും ചൂടുള്ള സമയമല്ലേ, അതുകൊണ്ട് എല്ലായിടത്തും വെള്ളം ഒഴുകാനുള്ള സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ കാണുന്ന എല്ലാം ബ്രിട്ടീഷ് നിർമ്മിതമായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അതെല്ലാം ബ്രിട്ടീഷ് നിർമ്മിതമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഉണ്ടോ. ഇവിടെയും ഫുള്ള് വെള്ളം ഒഴുകാനുള്ള വാട്ടർ ഫൗണ്ടൈനും പിന്നെ വെള്ളച്ചാലുകളും ഉണ്ടാക്കിക്കുന്നുണ്ടോ. ആ നടുക്കൂന്ന് 4 സൈഡിലോട്ടും വെള്ളച്ചാലുണ്ട്. രേഷ്മയൊക്കെ നടന്നു പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ക്ഷീണിച്ച്, വെയിലില്ലെങ്കിലും നല്ല ചൂടുണ്ട് ഇവിടെ. ഇവിടെ ഇതുപോലെ ഒരു മഹലുണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തും നമുക്ക് അങ്ങകത്ത് കാണാം. അതും അവിടെ കണ്ടോ, കല്ലുകൾ കൊണ്ട് ഇങ്ങനെ കൊത്തി ഉണ്ടാക്കിയത് മാർബിളാണ് ഫുള്ള് കാണുന്നത് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ അകത്തോട്ട് നീർച്ചാലുകളൊക്കെ പോയിട്ടുണ്ട് കണ്ടോ, നീർച്ചാലുകളെല്ലാം പോയിട്ടുണ്ട്. അങ്ങോട്ടൊന്നും പോകുന്നില്ല കേട്ടോ. ഇവിടെ കണ്ടോ ഒരു വെള്ളച്ചാട്ടം വരുന്ന ഒരു സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലോട്ടൊക്കെ സ്ഥലമുണ്ട്, നമ്മളങ്ങോട്ടൊന്നും കയറ്റി വിടത്തില്ല. അതുകൊണ്ട് ഇതെന്താ എക്സാക്റ്റ് സാധനം നമുക്ക് അറിയത്തില്ല കേട്ടോ. ഇതുണ്ട് ഇവിടെ ചെറിയ വാതിലുണ്ടോ, ഇതിനകത്തോട്ട് അണ്ടർഗ്രൗണ്ടിലോട്ടുള്ള വഴിയൊക്കെ ഉണ്ട്. എന്താ സംഭവം എന്നറിയത്തില്ല. പക്ഷേ ഇത് എല്ലാം മാർബിളിൽ ഉണ്ടാക്കിക്കുന്ന ഒരു അടിപൊളി ഐറ്റം. ഇതുകൊണ്ട് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് കേട്ടോ വെള്ളം എല്ലായിടത്തും പമ്പ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം. ഇതിൽ നിന്നായിരുന്നു നമുക്ക് അവിടെ കണ്ട ആ വെള്ളച്ചാട്ടം പോലെ സ്ഥലം കണ്ടോ, ആ കാണുന്നത്. അവിടെ നിന്ന് വെള്ളം വന്നിട്ട് എല്ലായിടത്തും പമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നിങ്ങൾ കണ്ടോ ഒറ്റ കല്ലുകളില്ല ഇവിടെ നോക്കി, ഒറ്റ കല്ലുകളില്ല. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ ഗ്രീനൊക്കെ വരുന്ന പവിഴവും മരതൊക്കെ അങ്ങനെ കല്ലുകളാണ് ശരിക്കും പറഞ്ഞു. ഈ കല്ലുകളെല്ലാം അടർത്തിയെടുത്തുണ്ട് കേട്ടോ. ബ്രിട്ടീഷുകാരും ഫുള്ള് കല്ലുകൾ അടർത്തിയെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ലക്ഷങ്ങൾ വില വധിക്കുന്ന കല്ലുകളാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ അവിടെ കണ്ട പോലെ തന്നെ വേറെ സ്ഥലം കേട്ടോ. ഇതിൻ്റെ നടുക്കൂടി നീർച്ചാലുകളൊക്കെ ഒഴുകുന്നുണ്ട്. ഇതാ കേട്ടോ റെഡ് ഫോർട്ടിൻ്റെ മതിൽ വരുന്നത്. ഇതിൻ്റെ മുകളിലോട്ട് കയറുന്ന സ്ഥലങ്ങളായി കാണുന്നത്. ഇതിൻ്റെ താഴെ തന്നെയാണ് ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താ പറയുക, കാവൽക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളായിരിക്കും. കുറേ റൂമുകൾ, ഇതുപോലെ ചെറിയ റൂമുകളുണ്ട്. ഇതാണ് മതിൽ കയറേണ്ട ഇതുപോലെ ചെറിയ വഴികൾ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് വാതിലുകളൊക്കെ കാണാം. അങ്ങോട്ട് നമുക്ക് എൻട്രി ഇല്ല കേട്ടോ. ഇതിൻ്റെ സൈഡിലോട്ടുള്ള വാതിലുകളാണ്. ഇവിടുന്ന് അങ്ങനെ നമ്മൾ കുറേ വീഡിയോയിലൊന്നും കണ്ടിട്ടില്ല. നമ്മളിതുപോലെ ചുറ്റും കടന്നപ്പം കണ്ട കേട്ടോ. ഇതിൻ്റെ മുകളിലൊക്കെ നമുക്ക് കയറാമെന്നാണ് കേട്ടോ. എല്ലാം ഇപ്പം ഒന്നും കയറാൻ പറ്റത്തില്ല. ഇതിൻ്റെ താഴെ വാതിലുകളുണ്ട്. ഇതിൻ്റെ എല്ലാം വാതിലുകളുണ്ട് കേട്ടോ. താഴെ വാതിലുകളുണ്ട് കണ്ടോ. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു സ്ലോപ്പ് ഉണ്ടാക്കിക്കുന്നുണ്ടോ. അതൊക്കെ ബി എന്താ പറയുക, ഇവരുടെ ഓരോ ആയുധങ്ങളും കാര്യങ്ങളൊക്കെ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഓരോ സ്ഥലങ്ങളായിരിക്കും. ഉണ്ടോ, നമുക്കിത് കറക്റ്റായിട്ട് അറിയത്തില്ല. നമുക്ക് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇതുണ്ടോ, അതൊക്കെ വാച്ച് ടവറാണേ, നമ്മുടെ റെഡ് ഫോർട്ടിൻ്റെ വാച്ച് ടവർ. നമ്മളിപ്പോൾ കുറച്ച് അകത്തോട്ട് കയറി കാടിനകത്തൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ. ഇതിനകത്ത് ഈ അണ്ടർഗ്രൗണ്ട് പോലെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ അടച്ചു വെച്ചേ കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്നായിരുന്നേ ഇതിൻ്റെ ഫ്രൂട്ടിനകത്തോട്ട്. പക്ഷെ അതെല്ലാം നമ്മളിപ്പോൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാക്സിമം ഞാൻ റെഡ് ഫോർട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ വീഡിയോ കാണാത്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇതുവരെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നമ്മൾ അടിപൊളി വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.